ഈ തിമിംഗലത്തിന്റെ ഛർദിയെ പറ്റി എന്താ അറിയാം? അതും അതെ. അത് പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാനും ഒരുപാട് നടന്നു. നമ്മൾ ഒരുപാട് തവണ കടലിൽ പോണാണല്ലോ. അപ്പൊ എങ്ങാലും ഒരു സമയം ഇത് കണ്ടാല ലൈഫ് ലൈഫ് സെറ്റ് സെറ്റായല്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ഇതിനെപ്പറ്റി നോക്കാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ സാധനം നമ്മുടെ ഇവിടെ കാണുന്ന തിമിംഗലങ്ങളുടെ ഛർദി അല്ല ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് എനിക്ക് തോന്നുന്നു എന്തോ സ്പേം വെയിൽ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ പെട്ട ഒരു വെയിലിന്റെ ഛർദിയാണ് മെയിൻ ആയിട്ട് ഇവർ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ തിമിംഗലങ്ങൾ നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ ഇന്ത്യൻ ആ ഒരു സമുദ്രത്തിലൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമ്മൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ A to Z കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മേക്കേണ്ട വരുമല്ലോ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഒരു വലം പരിസരം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി തിമിംഗലത്തിന്റെ ഛർദി കിട്ടിയിരുന്നെങ്കിൽ? പിന്നെ ലൈഫ് സെറ്റ് ആയില്ലേ. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷെയറിൽ. അപ്പൊ അതിലെ ശ്രാങ്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. തിമിംഗലത്തിന്റെ ഛർദി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇഡലി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ സംഭവം ഒന്നും ആയിരുന്നില്ല, വേറെന്തോണം കൊണ്ടുവന്ന്.